പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 79ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പല സസ്യങ്ങളുടെയും പേരുകൾ വളരെ വിചിത്രമാണ്. അക്കൂട്ടത്തിൽപ്പെട്ട മനോഹരമായ ഒരു സസ്യമാണ് കോമൺ സ്പൈഡർ പ്ലാന്റ്. ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ടുകാലി പോലെ തോന്നിപ്പിക്കുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. ക്ലോറോഫിറ്റം കോമോസം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റു പേരുകളാണ് സ്പൈഡർ ഐവി, എയർപ്ലെയിൻ പ്ലാന്റ്, റിബൺ പ്ലാന്റ്, ഹെൻ ആൻഡ് ചിക്കൻ എന്നിവ. നിത്യഹരിത ബഹുവർഷിയായ ഈ സസ്യം അസ്പരാഗേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന പുഷ്പിക്കുന്ന സസ്യമാണ്. തെക്കേ ആഫ്രിക്കയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമാണ് സസ്യത്തിൻ്റെ ജന്മദേശം. പശ്ചിമ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നു. നല്ലൊരു വീട്ടുചെടിയായി ഇവയെ വളർത്താം. നല്ല പ്രതിരോധശേഷിയുണ്ട്. എങ്കിലും പൈപ്പ് വെള്ളത്തിലെ ഫ്ലൂറൈഡിനോട് ഇവ സെൻസിറ്റീവായി പ്രതികരിക്കും. വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് പ്രശസ്തമായവ. ഏതാണ്ട് 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇവയുടെ വേരുകൾ മാംസളവും കുഴൽ പോലെ ഉള്ളവയുമാണ്. ഇവയ്ക്ക് ഏകദേശം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. നീളമുള്ള നേർത്ത ഇലകൾ 20 മുതൽ 45 സെൻറ്റിമീറ്റർ വരെയും 6 മുതൽ 25 മില്ലിമീറ്റർ വരെ വീതിയിലും കാണപ്പെടുന്നു. പൂക്കൾ നീളമുള്ള തണ്ടുകളിൽ കുലകളായി കാണപ്പെടുന്നു. അവ ഏകദേശം 75 സെൻറ്റിമീറ്റർ നീളത്തിലും നിലം തൊടാനെന്ന വണ്ണം താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതുമായി കാണാൻ സാധിക്കും. തുടക്കത്തിൽ കൂട്ടമായി കാണപ്പെടുന്ന പൂക്കൾ പിന്നീട് കൊഴിഞ്ഞു പോകുന്നു. ഒറ്റതിരിഞ്ഞ് കാണപ്പെടുന്ന പൂക്കൾ പച്ച കലർന്ന വെള്ള നിറത്തിൽ 4 മുതൽ 8 മില്ലിമീറ്റർ നീളമുള്ള തണ്ടുകളിൽ വളരുന്നു. വിത്തുകൾ 3 മുതൽ 8 mm നീളമുള്ള ക്യാപ്സ്യൂളുകളായി കാണപ്പെടുന്നു. പൂങ്കുലകളിൽ പൂക്കൾ മാത്രമല്ല, അറ്റത്ത് കായിക പ്രജനനത്തിൻ്റെ ഭാഗമായി സസ്യത്തിൻ്റെ ചെറിയ രൂപങ്ങളും, അതായത് പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവുന്നു. അവ മണ്ണിൽ സ്പർശിക്കുമ്പോൾ അവയിൽ വേരുകൾ ഉണ്ടാവുകയും പുതിയ സസ്യമായി വളരുകയും ചെയ്യുന്നു. സസ്യത്തിന് ആദ്യമായി പേര് നിർദ്ദേശിച്ചത് കാൾ പീറ്റർ തൻബർഗ് എന്ന പ്രകൃതിശാസ്ത്രജ്ഞൻ ആയിരുന്നു. പിന്നീട് പല ജീനസ് പേരുകളും മാറി ഇപ്പോഴത്തെ നാമധേയത്തിൽ എത്തിച്ചേർന്നു. പലപ്പോഴും ഈ സസ്യം ക്ലോറോഫിറ്റം കാപ്പൻസ് എന്ന സസ്യവുമായി കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഇത് ഒരു പ്രത്യേക സ്പീഷീസാണ്. ഇവയിലെ ഇലകളുടെ അരികുകൾ പച്ച നിറത്തിലായിരിക്കും കാണപ്പെടുക. സ്പൈഡർ പ്ലാന്റിൽ പ്രധാനമായും 3 വ്യത്യസ്ത സ്പീഷീസുകളാണ് കാണപ്പെടുന്നത്. ക്ലോറോഫിറ്റം കോമോസം, ക്ലോറോഫിറ്റം ബൈപ്പിഡൻസ്, ക്ലോറോഫിറ്റം സ്പാഴ്സിഫ്ലോറം. ഇവയെല്ലാം കാഴ്ചയിൽ ഒരുപോലെ കാണപ്പെടുമെങ്കിലും ഇലയുടെ ആകൃതിയിലും പൂക്കളുടെ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. നഴ്സറികളിൽ പ്രധാനമായും 2 ഇനങ്ങളാണ്
വിൽപ്പനയ്ക്ക് വയ്ക്കാറുള്ളത്. ക്ലോറോഫിറ്റം കോമോസം, ക്ലോറോഫിറ്റം വിറ്റാറ്റം. നേരിയ പച്ച നിറത്തിൽ ഇലകളുള്ള ഇവയിൽ നിന്നും നീളമുള്ള തണ്ടുകളിൽ തൂങ്ങിക്കിടക്കുന്ന ചെറു സസ്യങ്ങളുടെ ഭംഗിയാണ് ഹാങ്ങിങ് പ്ലാന്റായി വിൽക്കാൻ പ്രേരകമാവുന്നത്. ഇരുണ്ട പച്ചനിറത്തിൽ ഇലകളുള്ള ഇവയ്ക്ക് നീളമുള്ള പച്ചത്തണ്ടുകൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് ഇനങ്ങളും റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് നേടിയിട്ടുണ്ട്. സസ്യത്തിൻ്റെ നീളമുള്ള തണ്ടുകളിൽ ഉണ്ടാകുന്ന ചെറു സസ്യങ്ങൾ ചട്ടികളിലേക്ക് മാറ്റി നട്ടാണ് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 2 സെൽഷ്യസ് വരെ താഴ്ന്ന ഊഷ്മാവിനെ അതിജീവിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് 18 ഡിഗ്രി മുതൽ 32 ഡിഗ്രി വരെ ഊഷ്മാവിനെയും അതിജീവിക്കാൻ സാധിക്കും. ഉയർന്ന അളവിലുള്ള ഫ്ലൂറൈഡ്, ബോറോൺ എന്നീ രാസഘടകങ്ങൾ സസ്യത്തെ നശിപ്പിക്കുന്നു. മനുഷ്യനും ഓമന മൃഗങ്ങൾക്കും വിഷകാരിയല്ലാത്ത ഈ സസ്യം ചിലയിടങ്ങളിൽ ഭക്ഷ്യയോഗ്യമായി കരുതുന്നു. നാസയുടെ ക്ലിയർ എയർ സ്റ്റഡി വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ അനുസരിച്ച് വീടുകളിലും പരിസരങ്ങളിലുമുള്ള അന്തരീക്ഷത്തിലെ വായുവിലുണ്ടാകുന്ന വിഷകാരിയായ ഫോമാൽഡിഹൈഡ്, സൈലീൻ എന്നീ രാസഘടകങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ സസ്യം വളരെ ഫലപ്രദമാണ്. വീടുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദം ലബോറട്ടറി അന്തരീക്ഷത്തിൽ ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു അകത്തള സസ്യമായി വളർത്താവുന്ന ഒന്നാണ് സ്പൈഡർ പ്ലാന്റ്. മിതമായ സൂര്യപ്രകാശത്തിൽ നന്നായി വളരും. കടുത്ത സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതാണ് സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലത്. അന്തരീക്ഷവായുവിലെ ആർദ്രതയുടെ നില അനുയോജ്യമായ രീതിയിൽ നിലനിർത്തുന്നതിന് ഈ സസ്യം നല്ല പങ്കുവഹിക്കുന്നു. ത്വക്ക് വരണ്ടു പോകുന്നതിന് തടയുന്നതിനും സസ്യം വളരെ അനുയോജ്യമാണ്. വീടുകളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനും നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ സസ്യം അനുയോജ്യമാണ് എന്ന് പറയപ്പെടുന്നു. വേണ്ടത്ര നീർവാഴ്ചയില്ലാതെ അമിതമായി നൽകുന്ന നന സസ്യത്തിൻ്റെ വേരുചീയൽ രോഗത്തിന് കാരണമായി തീരുന്നു. വാസ്തുശാസ്ത്രപ്രകാരം വീടുകളിൽ സന്തോഷവും അഭിവൃദ്ധിയും കൊണ്ടുവരുന്നതിന് സ്പൈഡർ പ്ലാന്റ് സഹായകമാണ്. മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകാൻ വളരെ അനുയോജ്യമായ ഒരു സസ്യമാണ് ഇത്. നമ്മുടെ ഉദ്യാനത്തിൽ ഒരു സ്പൈഡർ പ്ലാന്റിനു കൂടി വളരാൻ സ്ഥലം നൽകൂ. വീട്ടിൽ ഐശ്വര്യം നിറയട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.